ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് 2021 പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. കടൽക്ഷോഭം രൂക്ഷമായ താനൂർ തീരമേഖലയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശനം നടത്തി. നാശനഷ്ടമുണ്ടായവർക്ക് സഹായം എത്തിക്കണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, കോൺഗ്രസ് നേതാവ് UK അഭിലാഷ് എന്നിവരും തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. കടൽക്ഷോഭം രൂക്ഷമായ താനൂർ തീരപ്രദേശങ്ങളിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശനം നടത്തിയത്. നാശനഷ്ടം സംഭവിച്ച കുടുംബങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, കോൺഗ്രസ് നേതാവ് UK അഭിലാഷ് എന്നിവരാണ് തീരമേഖലയിൽ സന്ദർശനം നടത്തിയത്. വളരെ പ്രയാസമുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വളരെ ഭയത്തോടെയാണ് തീരവാസികൾ കഴിയുന്നത്. ഇവരുടെ ആശങ്ക അകറ്റാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. താനൂർ പ്രദേശത്ത് വളരെ ദാരുണമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ തീരദേശങ്ങളിൽ പൊതുവെ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന തിരമാലകൾ, കടലാക്രമണം, തീരദേശത്തെ വീടുകൾ പലതും കടലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. ജനങ്ങൾക്ക് സമാധാനത്തോടെ അന്തിറങ്ങുവാൻ ഇവിടെ സാധിക്കുന്നില്ല. ഈ ഓരോ വർഷവും ആവർത്തിക്കുന്ന, പ്രത്യേകിച്ച് കാലവർഷത്തിലും അല്ലാത്ത സമയങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശക്തമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. കടൽഭിത്തി നല്ല ഉയരത്തിൽ കെട്ടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി. എന്നാൽ ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ രംഗം വളരെ പരാജയമാണ്. നിലവിലെ കടൽഭിത്തി ബലപ്പെടുത്തുകയും ഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിൽ എത്രയും വേഗം കടൽഭിത്തി കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആവശ്യപ്പെട്ടു. കടലോര മേഖലയിൽ പൊതുവെ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. 2 കാരണം കൊണ്ട്. ഒന്ന്, കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. രണ്ടാമത്തത്, മത്സ്യസമ്പത്ത് കുറഞ്ഞു വരികയാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ കടലാക്രമണം കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, ഉള്ള സ്ഥലങ്ങളിൽ കടൽഭിത്തി ശക്തിപ്പെടുത്തണം, സ്ട്രെങ്തൻ ചെയ്യണം. ഓരോ വർഷവും കടൽഭിത്തി ഉള്ള സ്ഥലങ്ങളിൽ അത് താഴ്ന്നു പോകുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂട്ടണം. രണ്ടാമത്, കടൽഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കടൽഭിത്തി ഉണ്ടാക്കണം. ഇപ്പോൾ ജിയോ ബാഗ് പോലെയുള്ള താൽക്കാലികമായ നടപടിക്രമങ്ങളല്ല വേണ്ടത്, ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അതിന് ജിയോ ബാഗിന് പകരം കടൽഭിത്തി തന്നെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പൂർണ്ണമായും കടൽഭിത്തി നിർമ്മിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തണം. ഇപ്പോൾ നിരവധി വീടുകളാണ് ഈ കടലാക്രമണത്തിൽ തകർന്നത്. അവർക്ക് അടിയന്തിരമായ നഷ്ടപരിഹാരം ഉണ്ടാവണം. അവരുടെ വീടുകൾ പുനർനിർമ്മിക്കാൻ ആവശ്യമായ ധനസഹായം കൊടുക്കണം. അതോടൊപ്പം പുനരധിവസിപ്പിക്കാൻ സാധിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. രാഷ്ട്രീയമായ വിവേചനം ഇക്കാര്യത്തിൽ ഉണ്ടാവരുതെന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും അനുവദിക്കണമെന്നും UK അഭിലാഷ് ആവശ്യപ്പെട്ടു. ഇതുപോലുള്ള കടലാക്രമണങ്ങൾ ഇത്ര ശക്തി ഇല്ലാത്തത് ഇതിനു മുമ്പ് വന്ന സമയത്ത് തന്നെ MLA അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ തന്നെ ഇത് സൂചിപ്പിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഇതിന് അനുകൂലമായിട്ടുണ്ടായില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് മനസ്സിലാവുന്നത് രാഷ്ട്രീയ പ്രേരകമായിട്ടുള്ള താല്പര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ മേഖലയെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം കാലാകാലങ്ങളായി ഇവിടെയാണ് ഏറ്റവും ശക്തിയുള്ള കടലാക്രമണം വരുന്നത്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇവിടെ അത് സംരക്ഷിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. അതിനുള്ള ഇനിയെങ്കിലും ഈ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ മേഖലയിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി MP അഷ്റഫ്, K സലാം എന്നിവരും നേതാക്കൾക്കൊപ്പമുണ്ടായിരുന്നു.